ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ 125 B6 ഉള്ള വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. നമുക്കതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ്സ് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ്, പിന്നെ ഓൾറൗണ്ട് കാർഡ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പിടിപ്പിക്കാൻ പറ്റുമെന്നുള്ള ദിവസം നോക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്ലോർ മാറ്റ് പറഞ്ഞ് സെറ്റ് ചെയ്യുക. അത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം അവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി. അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം തീർന്ന് നിൽക്കണം കേട്ടോ. ബ്രേക്ക് പിടിച്ച് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലൈനർ മാറ്റി പുതിയത് ഇടണം കേട്ടോ. അപ്പോൾ ബ്രേക്ക് കറക്റ്റ് ആവുള്ളൂ. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ നോക്കി നല്ല ഓയിലാണ്. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല. ഈ സെൻറ്റർ ഭാഗം ഒരുവിധം തേഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചേക്കാം. കുറേ കൂടി ഓടി കഴിഞ്ഞതിന് ശേഷം മാറ്റി പുതിയതിടാം. ഇടുമ്പോൾ കമ്പനി സാപ്പർ മോഡൽ ഇടാൻ തന്നെയാണ് നല്ലത് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്. ചെറുതായിട്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ ക്ലച്ച് ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലച്ച് അഴിക്കുമ്പോൾ അത് ഈ സൈഡിൽ ഒരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ കവർപ്പ് നോക്കി അറിയാം ഇവിടെ മൊത്തം ഓയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അതിൻ്റെ അത് ഈ ബോൾട്ടൊക്കെ ചെറിയൊരു ആ ബോൾട്ടിൻ്റെ വാഷ് ഉണ്ടല്ലോ, ആ വാഷിൻ്റെ സൈഡിൽ നിന്നാണ് ലീക്കേജ് കാണിച്ചത്. ഓയിൽ സീൽ കംപ്ലയിൻ്റ് ഇല്ല. ഈ ഓറിങ് ഇതൊരു പ്ലേറ്റാണ്. ആ പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബോൾട്ട് വന്നുണ്ട്. അതിൻ്റെ ഈ ബോൾട്ടിൻ്റെ ഇവിടുത്തെ കോപ്പർ വാഷിൻ്റെ ഉള്ളിൽ നിന്നാണ് ഓയിൽ വന്നേറുന്നത്. അപ്പോൾ നിലവിൽ ഞാനത് അഴിച്ച് ക്ലിയർ ചെയ്ത് വാഷ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. മൊത്തം അഴിക്കേണ്ട ആവശ്യമില്ല, നിലവിൽ അത്രയാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ ആ ഭാഗം അഴിച്ചൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൈഡൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. അതേപോലെ തന്നെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇതേപോലെ ലീക്കേജ് വീണ്ടും വന്നുണ്ടോ എന്നുള്ള ദിവസം നോക്കാം. വരാണെന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ചിട്ടോ ഓയിൽ സീൽ ഓറിങ് എല്ലാം കൂടി മാറ്റി റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത സർവീസിൽ ചെയ്താലും മതി. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഓയിൽ വരാൻ പാടില്ല. ഇവിടെ ഒരു ഓയിൽ ലീക്ക് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ബെൽറ്റ് ഉള്ളതുകൊണ്ട് ഈ സൈഡിലേക്ക് ഓയിൽ വന്നു കഴിഞ്ഞാൽ ബെൽറ്റ് സ്ലിപ്പായി പോകും. തന്നെയല്ല ആകെ നമുക്ക് 600 മില്ലി ഓയിലാണ് എഞ്ചിനിൽ വരാം. അപ്പോൾ അതിനകത്ത് ഒരു തുള്ളി നഷ്ടപ്പെട്ടാൽ പോലും നമുക്കൊരു നഷ്ടം തന്നെയാണ് എഞ്ചിൻ്റെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റുകൾ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്തു. വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ക്ലച്ച് യൂണിറ്റ് അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ബെൽറ്റ് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ്, പുതിയ ബെൽറ്റ് കിടക്കുന്നത് കേട്ടോ. പിന്നെ ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കി, വേറെ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഹെഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ലീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത സർവീസിൽ നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. അടുത്ത നെക്സ്റ്റ് ജനറലായിട്ട് സർവീസാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട്. ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ബൂട്ട്, റബ്ബർ ബൂട്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. ഫ്രണ്ട് ടയറൊക്കെ ആയാലും പുതിയ ടയർ അടക്കണേ. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിങ്ങൊക്കെ നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിൽ പ്ലഗ് മാറ്റിയിട്ടാണ്. തൽക്കാലം ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പ്ലഗ്ഗാണ്. 2025 വെച്ചാണ് ബാറ്ററിയാണ്. പുതിയ ബാറ്ററി വണ്ടിയും ഇരിക്കണം, ആമറോണിൻ്റെ ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 10 വോൾട്ട്. അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ കേട്ടോ. പിന്നെ ബാക്കിലത്തെ ഓൾറൗണ്ട് ഗാർഡ്, ആ സ്റ്റീലിൻ്റെ കമ്പി മൊത്തം പൊട്ടിയിരിക്കുകയാണ്. തൽക്കാലം നമുക്ക് ഇവിടെ വന്ന ഭാഗം ഒരു ക്ലാമ്പിട്ട് പിടിപ്പിക്കാം, അതാണ് മാർഗമുള്ളൂ. ഇതാണ് നമുക്ക് അതിൻ്റെ പീസ്. ഈ സൈഡ് ഒരെണ്ണം പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കമ്പി ഏറ്റിട്ടാണ്. ഇപ്പുറത്തെ സൈഡും ഒടിഞ്ഞിരിക്കണം കേട്ടോ. ഈ സൈഡ് ഒടിഞ്ഞിരിക്കണേ. അപ്പോൾ ഇത് വെൽഡിങ് ഇവിടെ ഒരാളും എടുക്കണില്ല, വെൽഡ് ചെയ്ത് തരുന്നില്ല നമുക്ക്. അപ്പോൾ ചെയ്യാനായിട്ട് മാർഗമില്ല. സ്റ്റീലായതുകൊണ്ട് തന്നെ സ്റ്റീൽ റാഡ് ഇട്ട് വെൽഡ് ചെയ്യണം. അത് ചെയ്യാനായിട്ട് ഇവിടെ നിലവിൽ വർക്ക്ഷോപ്പുകളാരും തന്നെ ചെയ്യുന്നില്ല. തൽക്കാലം ഞാൻ ആ ക്ലാമ്പിട്ട് പിടിപ്പിച്ചിട്ട് വലിയ ഷേക്ക് മാറ്റാം. വേറെ മാർഗമില്ല. ഒന്നുപോലെ സ്റ്റീൽ വെൽഡ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് അവരോടൊന്ന് ടാക്ക് ചെയ്ത് തരാൻ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഗാർഡ് മാത്രമായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ അത് മാത്രമായിട്ട് മാറ്റിയിടാറ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനതൊരു ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ സൈഡൊക്കെ പൊട്ടിയാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഒരു 6 മണി 6:30 ആവും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വരാം. ഓക്കെ, ബില്ല് അയക്കുമ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വിളിച്ചോളും. അതിന് ശേഷം വന്നാൽ മതി കേട്ടോ. ഓക്കെ.